എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ റെസിപ്പി പാവയ്ക്കക്കറിയാണ്. പാവയ്ക്കയുടെ കയ്പ്പ് കാരണം പാവയ്ക്കക്കറി കഴിക്കാത്ത ധാരാളം പേരുണ്ടാവൂല്ലേ. ഇതുപോലൊരു കറി ട്രൈ ചെയ്തു നോക്കൂ. വളരെ രുചികരമായിട്ടുള്ള കറിയാണ്. അപ്പോൾ ഈ ഒരു കറി എങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നതെന്ന് വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. ഞാനൊരു പാവയ്ക്ക എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയാണോ കറി തയ്യാറാക്കിയെടുക്കുക അതനുസരിച്ച് പാവയ്ക്കയുടെയും മാങ്ങയുടെയും അളവൊക്കെ ഒന്ന് കൂട്ടിയെടുക്കുക. ഇനി ഇതൊന്ന് കഴുകിയിട്ട് നമുക്ക് പാവയ്ക്ക ഒന്ന് കട്ട് ചെയ്യണം. അതിൻ്റെ അകത്തെ കുരുവൊക്കെ ഒന്ന് നീക്കം ചെയ്തിട്ട് ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് പാവയ്ക്ക അരിഞ്ഞെടുക്കുന്നത്. തീരെ അങ്ങ് കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കിനി ഇത് വട്ടത്തിൽ അരിഞ്ഞെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ ഞാൻ പാവയ്ക്ക ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ മാങ്ങയും കൂടി ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ മാങ്ങ എടുക്കുമ്പം അത്യാവശ്യം പുളിയുള്ള മാങ്ങ നോക്കിയിട്ട് എടുക്കാം കേട്ടോ. ഈ സമയത്ത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറന്നു പോകല്ലേ. ഇനി നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ കറി തയ്യാറാക്കിയെടുക്കാം. ഞാൻ സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു കഴിയുമ്പം അതിലേക്ക് ഒരു 6-7 ചെറിയുള്ളി ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ചെറിയുള്ളിയുടെ കളറ് മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ചെറിയുള്ളിയുടെ കളറൊക്കെ നന്നായിട്ട് മാറി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് പാവയ്ക്ക ചേർത്ത് കൊടുക്കുക. പാവയ്ക്കയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ പാവയ്ക്ക ചെറുതായിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പം നമ്മുടെ കറിക്ക് അത്ര കയ്പ്പ് രസമൊന്നും ഉണ്ടാവില്ല. ഈ ഒരു സമയത്ത് നമ്മളിതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി കാശ്മീരി മുളക് പൊടിയല്ല, സാധാരണ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. തീ ഈ സമയത്ത് നല്ലപോലെ കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. പൊടികൾ കരിയാതെ ഒന്ന് സൂക്ഷിക്കണം. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കുക. മാങ്ങയും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പാവയ്ക്ക ചേർക്കുന്ന സമയത്ത് മാങ്ങ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അത്രയും സമയം നമ്മൾ വഴറ്റിയെടുത്താൽ ആ മാങ്ങയുടെ പുളിയൊക്കെ അങ്ങ് കുറഞ്ഞു പോകും. അതുകൊണ്ട് ഈ സമയത്ത് മാങ്ങ ചേർത്ത് കൊടുത്താൽ മതി. ഇനി മാങ്ങയും പാവയ്ക്കയും വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കുക. ചെറിയ ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഒരുപാട് വെള്ളം കൊടുക്കണ്ട, വളരെ കുറച്ച് മാത്രം. അതായത് കഷ്ണത്തിൻ്റെ മുകളിൽ വെള്ളം നിൽക്കത്തക്ക രീതിയിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് തിളച്ചതിന് ശേഷം മാത്രം ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ തീ ഒന്ന് ഞാൻ കൂട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമ്മൾക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഒരു അടപ്പ് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ. ഈ സമയം കൊണ്ട് നമുക്കിതിനകത്തേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത് നാളികേരമാണ്. ഒരുപാട് നാളികേരമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പം ഒരു 1/2 ബൗൾ നാളികേരം അത്രേ എടുത്തിട്ടുള്ളൂ. അതുപോലെ ഒരു പച്ചമുളകും. മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എരിവൊക്കെ നോക്കിയിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ അരച്ചെടുക്കുക. അപ്പം ഞാൻ ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ പാവയ്ക്കയും മാങ്ങയും ഇവിടെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് വെന്ത് ഉടഞ്ഞു പോവാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ കറിയുടെ കൂടെ നമുക്ക് ആ മാങ്ങയൊന്നും അങ്ങനെ കഴിക്കാൻ കിട്ടില്ല. ഈ ഒരു രീതിയിലായിരിക്കണം. ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ നമുക്ക് നല്ലപോലെ വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അല്പം ചാറോടുകൂടി കഴിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ ഒത്തിരി വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ആ മിക്സിയുടെ ജാറിനകത്തേക്ക് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അതാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ള ഒരു കറി തന്നെയാണ്. കറി തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ കുറച്ചിട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് അരപ്പിൻ്റെ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ നമ്മൾക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 3 മിനിറ്റ് അത്രയും തിളപ്പിച്ചാൽ മതി. അപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പം നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട്. പാവയ്ക്കയുടെ കയ്പ്പ് കാരണം പാവയ്ക്ക കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ കുറച്ച് മടിയായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് കറി തയ്യാറാക്കി കൊടുത്തു നോക്കൂ കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. കാരണം ആ മാങ്ങയുടെ പുളിരസം മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ട് പാവയ്ക്കയുടെ കയ്പ്പ് അത്രയ്ക്ക് നമ്മൾക്ക് കറികളിലൊന്നും ഉണ്ടാവില്ല. ഇനി നമ്മൾക്ക് ഇതൊന്ന് വാങ്ങി മാറ്റിയിട്ട് കറിയിലേക്കൊന്ന് വറുത്തിടണം. അപ്പോൾ ഞാൻ സ്റ്റൗവിൽ നിന്ന് അതൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് ഇതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ്. കുറച്ച് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക. ഒരു 6 7 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറിയുടെ സ്വാദ് ഒന്നും കൂടി കൂടും കേട്ടോ. ഇതാ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിനകത്തേക്ക് ഒരു 4 5 വറ്റൽ മുളക് ഒന്ന് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ചെറിയുള്ളി ഒരുപാടൊക്കെ ഫ്രൈ ആയി പോകാതിരിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇതാ ഈ ഒരു പാകം മതി. ഇതാ ഈ ഒരു സമയത്ത് നമ്മൾക്കത് കറിയുടെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക്